ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെയായി? ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൂക്കളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് ഉപയോഗിക്കുന്ന പിസ്താ ഷെല്ലാണ്. മെയിനായിട്ട് നല്ല പിസ്താ ഷെല്ല് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റും അടിക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ഇത് എത്രമാത്രം അങ്ങ് ശരിയായിട്ട് വരുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് എന്തുമാത്രം വലിപ്പത്തിലാണ് വേണ്ടത് അതനുസരിച്ച് ഒരു കാർഡ്ബോർഡ് ബോർഡിൽ കട്ട് ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിസ്താ ഷെല്ല് ബോർഡിൽ നല്ല രീതിയിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു ഡിസൈനിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പിസ്താ ഷെല്ല് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. വലിയ പൂക്കളൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പിസ്താ ഷെല്ല് ഉണ്ടെങ്കിൽ അതനുസരിച്ച് വലിയൊരു ബോർഡ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ പോർഷനിൽ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പിസ്താ ഷെല്ലുകൾ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്ലൂഗൺ വെച്ചാൽ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഗ്ലൂഗൺ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം 1-2 കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാക്കി, പക്ഷേ അതങ്ങ് ശരിയായില്ല. പിന്നെ കുറച്ച് നേരം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗ്ലൂഗൺ ഓക്കെ ആയി. ഇനിയാണിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി, ഇതിൻ്റെ അകത്തെല്ലാം പെയിൻ്റ് അടിച്ചെടുക്കണം. പെയിൻ്റ് അടിക്കാനും കുറച്ച് സമയം എടുക്കും, കാരണം ഒരു പിസ്താ ഷെല്ല് മറ്റേ പിസ്താ ഷെല്ലിലേക്കൊന്നും പിടിക്കാത്ത രീതിയിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് കുറച്ച് സൂക്ഷിച്ച് വേണം പെയിൻ്റ് അടിച്ചെടുക്കാൻ. നമുക്കിഷ്ടമുള്ള കളറിൽ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനിൽ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ആദ്യം മഞ്ഞയും പിന്നെ ഓറഞ്ച്, അത് കഴിഞ്ഞിട്ട് വൈറ്റാണ് അടിക്കുന്നത്. വൈറ്റിൽ ഒരു റെഡ് കളറുള്ള ഡിസൈനും കൂടെ ചേർത്താട്ടോ വരയ്ക്കുന്നത്. ഞാനിവിടെ ഈ പെയിൻ്റെല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്രിലിക് പെയിൻ്റാണ് കേട്ടോ. അക്രിലിക് പെയിൻ്റ് ആകുമ്പം അത്ര പെട്ടെന്ന് അതങ്ങ് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ഈ ടൈപ്പ് പെയിൻറ്റുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഓറഞ്ചാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം എടുക്കും ഇത് ഓറഞ്ചൊക്കെ ഒന്ന് അടിച്ച് പെറുക്കി എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വൈറ്റ് അടിക്കാൻ തുടങ്ങി. വൈറ്റ് അടിക്കുമ്പോഴും ആക്ച്വലി വൈറ്റ് അടിച്ചപ്പം അതിൻ്റെ ഇടയിലെല്ലാം ആയി. ഓക്കെ, ഞാനതിൻ്റെ ഇനിയിപ്പോൾ എന്നെ ചെയ്യണമെന്ന് ഓർക്കണം. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പം വൈറ്റിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്കോടെ വേറെ ഏതെങ്കിലും ഒരു കളറും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വൃത്തികേടങ്ങ് മാറി കിട്ടില്ല. അങ്ങനെ ഓർത്തുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇത്ര അടിച്ചപ്പോൾ തന്നെ ഒരു പൂക്കളത്തിൻ്റെയൊക്കെ ലുക്ക് വരുന്നില്ലേ, തോന്നുന്നില്ലേ? അത് എനിക്ക് മാത്രം തോന്നുന്നുള്ളൂ എന്നറിയത്തില്ല, എനിക്കെന്തായാലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ പൂക്കളത്തിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടി ആദ്യം ഒരു പൂ ഉണ്ടാക്കിയില്ലേ, ഗ്ലൂഗണെല്ലാം ഒട്ടിച്ചിട്ട്, ആ പൂവിന് നല്ലൊരു പിങ്ക് കളറും കൂടെ അടിച്ചു കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് പൂക്കളത്തിൻ്റെ നടുക്കേക്ക് ഒരു ക്ലേ അങ്ങ് വെച്ച് കൊടുത്തേ. കറക്റ്റ് ആ നടുക്ക് ഫില്ലാവുന്ന രീതിയിൽ തന്നെ ക്ലേ ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആ പൂ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഞെക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്പേസിലും കൂടെ നമ്മുടെ പിസ്താ ഷെല്ല് തന്നെ ഇങ്ങനെ ഇറക്കി അങ്ങ് വെച്ചു, ഒരു പൂ പോലെ. എന്ന് വെച്ചാൽ ആ റൗണ്ട് മൊത്തം ഫില്ല് ചെയ്യുന്ന രീതിയിൽ, നല്ലൊരു സ്പേസ് കളയാത്ത രീതിയിൽ, പറ്റാവുന്ന രീതിയിലെല്ലാം അതിൻ്റെ അകത്ത് പിസ്താ ഷെല്ല് നിറച്ച് വെച്ച്. ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ? ഒരു പൂ പോലെ തന്നെ ഇല്ലേ? ചെരിച്ചൊക്കെ പിടിച്ച് നോക്കുമ്പോൾ പിന്നെ സ്പേസ് എല്ലാം കണ്ടതുകൊണ്ട് ഞാൻ ആ സ്പേസ് എല്ലാം ഫില്ല് ചെയ്യുന്ന രീതിയിൽ പിസ്താ ഷെല്ല് ഒന്നോടെ ഇറക്കി വെച്ചു. നല്ല രീതിയിൽ ആ നമ്മുടെ നടുക്കത്തെ വട്ടം ഫുള്ളാവുന്ന രീതിയിൽ ചെയ്തേ. പിന്നെ വേണമെങ്കിൽ ആ പിസ്താ ഷെല്ലിനും കൂടെ പെയിൻ്റ് അടിക്കാം. പിന്നെ എനിക്ക് മൊത്തത്തോടെ മടുപ്പായി പോയതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ പിസ്താ ഷെല്ലിന് പെയിൻ്റൊന്നും അടിച്ചില്ല, അതങ്ങനെ തന്നെ വെച്ചു. പിന്നെ നമ്മുടെ പിസ്താ ഷെല്ലിലെ ലാസ്റ്റ് ലെയർ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചെടുത്ത് മാത്രം ഒരു റെഡ് കളറും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അറ്റത്ത് മാത്രം ഒന്ന് ചെയ്ത് കൊടുത്ത്, ഫുൾ കവർ ചെയ്യേണ്ട, അറ്റത്ത് മാത്രം. അങ്ങനെ അതും ഫുള്ളായിട്ട് ആ ലെയറും കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പിസ്താ ഷെല്ലിൻ്റെ ഒരു ലെയറും കൂടെ തിരിച്ച് വെച്ച് ഒട്ടിച്ചു. ബാക്കിയെല്ലാം മറ്റേ സൈഡിലേക്കാണല്ലോ, ഒരു ലെയർ മാത്രം തിരിച്ചൊട്ടിച്ച്, എന്നിട്ട് അതിൻ്റെ അകത്ത് യെല്ലോ കളറും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയും ഇതിൻ്റെ അകത്ത് ഓരോന്നൊക്കെ ചെയ്യാം. ഞാൻ വെറുതെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു, ഒരു ലെയറും കൂടെ അങ്ങ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഒരു പരിപാടിയും കൂടെ ഞാൻ ചെയ്തു. കോട്ടൺ ബഡ് എടുത്തിട്ട് അത് നമ്മുടെ വൈറ്റ് കളറിൽ ഡിപ്പ് ചെയ്ത് ആ ഓറഞ്ച് കളർ അടിച്ച പിസ്താ ഷെല്ലില്ലേ, ആ ഷെല്ലിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഡോട്ടായിട്ട് ഫുൾ അങ്ങ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് ലാസ്റ്റായിട്ടുള്ള ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ വേറെ കളേഴ്സൊക്കെ വെച്ച് നമുക്ക് വീണ്ടും ഓരോ സ്ഥലത്തൊക്കെ ഡോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിസൈനുകളൊക്കെ മാറി വരും. ആക്ച്വലി ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ഔട്ടർ ഷെല്ലിൽ വൈറ്റ് കളറെല്ലാം ഈ പുറത്തേക്ക് ചാടിയായിരുന്നല്ലോ, അപ്പോൾ അവിടെ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രീൻ അക്രിലിക് പെയിൻറ്റും കൂടെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടുമല്ലോ, നന്നായിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഗ്രീൻ കളറും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂക്കളത്തിൻ്റെ പിസ്താ ഷെല്ല് വെച്ചിട്ടുള്ള പൂക്കളത്തിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസും ഇതെങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.